അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. സൗദി അറേബ്യ കേന്ദ്രീകരിച്ച് നടത്തപ്പെടുന്ന മാഹിറുൽ ഖുർആൻ അക്കാഡമിയുടെ സ്ഥാപകൻ അബ്ദുൽ ഖയ്യൂം ബുസ്താനിയാണ് ഇന്ന് നമ്മുടെ കൂടെയുള്ളത്. എന്താണ് മാഹിറുൽ ഖുർആൻ എന്നും എന്താണ് ഈ പ്രൊജക്റ്റ് കൊണ്ട് ലക്ഷ്യം വെക്കുന്നതെന്നും ഇവിടെ നിന്നും പുറത്തിറങ്ങുന്ന മക്കൾ പൊതുസമൂഹത്തിന് നൽകുന്ന മൂല്യം എന്താണെന്നും ഇങ്ങനെ നമുക്ക് അറിയേണ്ടതെല്ലാം ഇന്ന് ബഹുമാന്യനായ നമ്മുടെ അതിഥിയോട് ചോദിച്ചറിയാം. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് മാഹിറുൽ ഖുർആൻ എന്ന ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള വിശുദ്ധ ഖുർആനിനെ പഠിക്കാനും പഠിപ്പിക്കാനും മറ്റു മനുഷ്യരിലേക്ക് പകർന്നു കൊടുക്കുവാനുമുള്ള ഒരു അക്കാഡമിയുടെ ഏറ്റവും പ്രമുഖനായിട്ടുള്ള സ്ഥാപകൻ എന്ന് നമുക്ക് പറയാം. അല്ലെങ്കിൽ അതിൻ്റെ തലപ്പത്തിരിക്കുന്ന പ്രിയപ്പെട്ട അബ്ദുൽ ഖയ്യൂം ബുസ്താനിയാണ്. നമ്മോട് എന്താണ് മാഹിറുൽ ഖുർആൻ എന്നും മാഹിറുൽ ഖുർആനിൻ്റെ സവിശേഷത എന്താണെന്നും ഏറ്റവും മനോഹരമായി സംസാരിക്കാൻ അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് അദ്ദേഹത്തോട് സംസാരിക്കാം. എന്താണ് മാഹിറുൽ ഖുർആൻ? മാഹിറുൽ ഖുർആൻ എന്നത് കുട്ടികളെ ഖുർആൻ പഠിപ്പിക്കുന്നതിന് സംവിധാനിച്ച ഒരു സംവിധാനമാണ്, ഒരു സ്ഥാപനമാണ്. നാം പഠിപ്പിക്കപ്പെടുന്ന ഖുർആൻ കുട്ടികൾക്ക് അല്ലെങ്കിൽ ജനങ്ങൾക്ക് മനസ്സിലാകണം എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ സ്ഥാപനം സ്ഥാപിച്ചത്. പാരായണം ചെയ്യുന്ന വചനങ്ങൾ എന്തായിരുന്നാലും അതിൻ്റെ അർത്ഥവും ആശയവും അറിഞ്ഞുകൊണ്ട് പഠിക്കുക. ഖുർആൻ 30 ജുസ് പൂർത്തിയാക്കിയിട്ടും അതിനകത്ത് എന്താണ് എന്ന് മനസ്സിലാകാത്ത വിധത്തിലുള്ള ഒരു പഠനം യഥാർത്ഥത്തിൽ അത് ലക്ഷ്യപൂർത്തീകരണം ആകുന്നില്ല എന്നതുകൊണ്ട് കൊച്ചുകുട്ടികളായിരുന്നാലും ശരി, അവർ പഠിക്കുന്നത് എന്താണ് എന്ന് അവർക്ക് തന്നെ ബോധ്യപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പഠനമാണ് വിശുദ്ധ ഖുർആൻ്റേത്. മാഹിറുൽ ഖുർആൻ രൂപകൽപ്പന ചെയ്തിട്ടുണ്ട്. എവിടെയാണ് മാഹിറുൽ ഖുർആൻ ആരംഭിക്കുന്നത്? യഥാർത്ഥത്തിൽ മാഹിറുൽ ഖുർആൻ ആരംഭിക്കുന്നത് എൻ്റെ വീട്ടിൽ എൻ്റെ മക്കൾക്ക് വേണ്ടിയായിരുന്നു. എൻ്റെ മക്കൾക്ക് ഖുർആൻ മനഃപ്പാഠമാക്കുന്നതോടൊപ്പം അവർക്ക് അതിൻ്റെ അർത്ഥം കൂടി അറിയണം എന്ന ഉദ്ദേശത്തോടു കൂടി ആരംഭിച്ചപ്പോൾ എൻ്റെ സുഹൃത്തുക്കളും എൻ്റെ വിദ്യാർത്ഥികളും അടങ്ങുന്ന ഒരു വലിയ വിഭാഗം വീട്ടിലേക്ക് സ്കൂൾ ഒഴിവാക്കിക്കൊണ്ട് വരികയും 2 വർഷം കൊണ്ട് ഇത് ഞാൻ പൂർത്തീകരിക്കുന്ന ഒരു കോഴ്സായിരിക്കുമെന്ന് പറഞ്ഞത് കൊണ്ടായിരിക്കാം അവരെല്ലാവരും TC വാങ്ങിക്കൊണ്ട് വീട്ടിൽ വരികയും ആ പഠനത്തിൽ ചേരുകയും ചെയ്തു എൻ്റെ വീട്ടിൽ. അതിനുശേഷം അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് കുട്ടികളുടെ വർധനവ് മറ്റ് സ്ഥലങ്ങളിലേക്ക് തീർക്കുകയും ഇപ്പോൾ 12 ദൗറകൾ ഇതിൻ്റെ പേരിൽ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഏകദേശം 13 വർഷം മുമ്പ് ആരംഭിച്ച ഈ സംവിധാനം ഇപ്പോൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് 700-ലധികം വിദ്യാർത്ഥികൾ വിശുദ്ധ ഖുർആൻ സാരസഹിതം പഠനം പൂർത്തിയാക്കി പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ മാഹിറുൽ ഖുർആൻ ഒരു വെറൈറ്റി പേരാണ്. ശരിക്കും എന്താ മാഹിറുൽ ഖുർആൻ എന്ന് പേരിടാൻ കാരണം? ഈ ഒരു യുഗം മഹാറത്തിൻ്റെ യുഗം ആണ്. എല്ലാ മേഖലകളിലും വിജ്ഞാന വിസ്ഫോടനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ വിശുദ്ധ ഖുർആൻ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി തീർച്ചയായിട്ടും ആ ഖുർആനിലേക്ക് കൂടി ഊളയിട്ട് ആഴ്ന്നിറങ്ങിക്കൊണ്ട് പഠിക്കുകയാണ് എങ്കിൽ അത് ആ ഇറക്കം, ആ പഠനം, അതിനെ മഹാറത്ത് എന്ന് വിശേഷിപ്പിക്കാം. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ കോഴ്സിൽ ഖുർആൻ പഠിപ്പിക്കുന്നു, അതിൻ്റെ സാരം പഠിപ്പിക്കുന്നു, അതിൻ്റെ പാരായണം പഠിപ്പിക്കുന്നു, അതിൻ്റെ വിശദീകരണമായ ഹദീസ് പഠിപ്പിക്കുന്നു. അതിലെല്ലാറ്റിലും ഉപരിയായിട്ട് ഇതെങ്ങനെ ജനങ്ങൾക്ക് അറിയിച്ചു കൊടുക്കാം എന്ന പ്രഭാഷണ പരിശീലനം കൂടി നൽകിക്കൊണ്ട് 2 വർഷം കൊണ്ട് ഒരു ഭാവി പ്രബോധകനെ ആണ് ഞങ്ങൾ പുറത്തുവിടുന്നത്. അപ്പോൾ മാഹിറായിത്തീരുന്നു അയാൾ ഖുർആനിൽ. മാഷാ അല്ലാഹ്, അത് അവരുടെ പ്രകടനങ്ങളിലൂടെ മാത്രമേ വിശ്വസിക്കാൻ സാധ്യമാവുകയുള്ളൂ എന്നതാണ് വസ്തുത. അപ്പോൾ മാഹിറുൽ ഖുർആൻ ഒരു വലിയ സമൂഹത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇത് പഠിക്കാൻ എന്തെങ്കിലും പ്രായപരിധിയോ അല്ലെങ്കിൽ എന്തെങ്കിലും നിഷ്ഠകളോ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയേണ്ടതുണ്ടോ? വാസ്തവത്തിൽ പ്രായപരിധി നമുക്ക് നിശ്ചയിക്കാൻ സാധ്യമല്ല. ചില കുട്ടികൾ
5 വയസ്സിൽ ചേരുകയും 6 വയസ്സിൽ ഖുർആൻ മനഃപ്പാഠം പൂർത്തീകരിക്കുകയും 7-ാം വയസ്സിൽ മാഹിറുകളായി പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. ഞങ്ങൾ നിശ്ചയിച്ചിട്ടുള്ള സമയം 9 വയസ്സാണ്. 9 വയസ്സുകാർ പഠനത്തിന് ഇറങ്ങുമ്പോൾ 12 വയസ്സാകുന്നതോടുകൂടി ആ പഠനം പൂർത്തീകരിച്ച് പുറത്തു വരും. അതിനപ്പുറത്തേക്ക് വരുന്ന വിദ്യാർത്ഥികൾ അപൂർവമായിട്ടുണ്ടെങ്കിലും തന്നെ അത് ഏറ്റവും എളുപ്പം ഈ 10 വയസ്സിന് താഴെയുള്ള സമയമായിരിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇതിൻ്റെ തുടക്കം വീട്ടിൽ നിന്നാണ്. സ്വന്തം വീട്ടിൽ നിന്ന് സ്വന്തം മക്കളെ പഠിപ്പിച്ച് അതങ്ങനെ പടർന്ന് പന്തലിച്ച് ഇന്ന് രാജ്യങ്ങൾ കടന്ന് വിശാലമായൊരു ലോകത്തേക്കെത്താണ്. ഈ ഒരു വഴിയിലൂടെ ഇങ്ങനെ ഖുർആൻ പഠിപ്പിക്കുന്ന ഈ ഒരു വഴിയിലൂടെ വരുമ്പോൾ മറക്കാൻ പറ്റാത്ത ഒരുപാട് അനുഭവങ്ങളും ഒരുപാട് ഇഷ്ടങ്ങളുള്ള ഓർമ്മകളുണ്ടാവും. അങ്ങനെയുള്ള ഓർമ്മകളിൽ ചിലത് തീർച്ചയായിട്ടും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഫലങ്ങൾ നമ്മുടെ കൺമുന്നിൽ കാണുമ്പോഴുണ്ടാകുന്ന അനുഭവങ്ങളും അനുഭൂതികളാണ് ഏറ്റവും പ്രധാനമായത്. 6 വയസ്സുള്ള കുട്ടികൾ വന്നാൽ സാധാരണഗതിയിൽ നമ്മൾ അഡ്മിഷൻ എടുക്കാറില്ല. പക്ഷേ പലപ്പോഴും 6 വയസ്സുള്ള കുട്ടികൾ അവരുടെ മികവുറ്റ പ്രകടനങ്ങൾ, അമാനുഷികമായ അള്ളാഹുവിൻ്റെ സഹായങ്ങൾ അവരുടെ പഠന കാര്യങ്ങളിൽ കാണുമ്പോൾ നമുക്ക് ആ അതിശയം നമ്മളെ പലപ്പോഴും കോരിത്തെരിപ്പിച്ചിട്ടുണ്ട്. കാരണം ഗർഭകാലത്ത് മാതാപിതാക്കൾ ഖുർആനുമായി ബന്ധപ്പെടുകയും മാതാവ് ഖുർആൻ പാരായണം ചെയ്യുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും 5 വയസ്സ് മുതൽ തന്നെ കുട്ടി വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഖുർആൻ മനഃപ്പാഠമാക്കാൻ സാധിക്കും. 6 വയസ്സിന് മുമ്പ് ഖുർആൻ മനഃപ്പാഠമാക്കിയ പല വിദ്യാർത്ഥികളുടെയും മാതാക്കളുമായി സംസാരിക്കുമ്പോൾ അവർ ഗർഭസ്ഥ ശിശു വയറ്റിലുണ്ടാകുന്ന സമയത്ത് ഖുർആൻ പാരായണം ചെയ്യുന്നവരായിരുന്നു എന്നതാണ് എന്നെ അതിശയിപ്പിച്ച ഒരു കാര്യം. അപ്പോൾ നമ്മൾ പറയുന്നത് ഖുർആനിനെ എത്ര ചെറുപ്പത്തിൽ നമ്മൾ ഖുർആനിനെ സ്വീകരിക്കുന്നോ അത്രയും ഖുർആൻ നമ്മളെ കൂടെ തന്നെ ഉണ്ടാകും എന്നുള്ളതാണല്ലോ. അതെ, അള്ളാഹു പറഞ്ഞത് അങ്ങനെ തന്നെയാണ്. നിങ്ങൾ ഖുർആനിനെ ഹിഫ്ളാക്കിയാൽ ഖുർആൻ നിങ്ങളെ ഹിഫ്ള് ചെയ്യും. അതെ അതെ, ഖുർആനിൻ്റെ ഒരു സംരക്ഷണം എപ്പോഴും നമുക്ക് സംരക്ഷണമായിട്ട് തന്നെ വരും. അപ്പോൾ മാഹിറുൽ ഖുർആനിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ ഇങ്ങനെ ഒരു പേര് നൽകി ഇതിനുള്ള റിസൾട്ട് നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന റിസൾട്ട് എന്ത് റിസൾട്ടാണ് നമുക്ക് പ്രകടമായിട്ട് ഇപ്പോൾ ഉള്ളത്? അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് മലയാളികൾക്ക് അല്ലെങ്കിൽ സ്വന്തം കുടുംബത്തിനെ ആരംഭിച്ച് മലയാളികളിലേക്ക് കടന്നു വന്ന ഈ സംവിധാനം ഇന്ത്യയിലുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും വിദ്യാർത്ഥികളെ ഉണ്ടാക്കാൻ സാധിച്ചു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് തമിഴ്നാട്ടിലും ആന്ധ്രാപ്രദേശിലും മഹാരാഷ്ട്രയിലും കാശ്മീരിലും ബംഗാളിലും മറ്റ് സ്ഥലങ്ങളിലും അതുപോലെ ശ്രീലങ്കയിലും പാകിസ്ഥാനിലും നമ്മളുടെ സ്ഥാപനത്തിൽ നിന്ന് പഠിച്ചു വന്ന വിദ്യാർത്ഥികൾ പലരും അവരുടെ രക്ഷിതാക്കൾ തന്നെ സാരസഹിതം ഖുർആൻ പഠിക്കുന്ന സംവിധാനങ്ങൾ ഉണ്ടാക്കുന്നതിൽ വ്യാപൃതരാണ് എന്നതാണ് സന്തോഷകരമായൊരു കാര്യം. ഏത് തരത്തിലുള്ള മെത്തേഡാണ്, പഠന രീതിയാണ് മാഹിറുൽ ഖുർആൻ സമൂഹത്തിന് മുമ്പിലേക്ക് വെക്കുന്നത്? പഠന സംവിധാനം മദ്രസയിൽ രാവിലെ കുട്ടികൾ ഹിഫ്ള് സാധാരണ നടത്തുന്നത് പോലെ സബക്ക് മാക്കബിൽ മുറാജ, ഇന്നത്തെ പാഠം, പഴയ പാഠം, മുമ്പത്തെ പാഠം, ഈ 3 പാഠത്തിൻ്റെ പരിശോധനകളാണ് മദ്രസയിൽ നടക്കുന്നത്. ഇത് ഒരു ഓൺഗോയിങ് സ്റ്റുഡൻസിൻ്റെ അഥവാ സാധാരണ ഹോസ്റ്റൽ സൗകര്യം ഇല്ലാതെ വീട്ടിൽ പോയി വരുന്ന കുട്ടികൾ അവർക്ക് പഠിക്കുന്ന സംവിധാനങ്ങളാണ് നമ്മൾ ഏർപ്പെടുത്തിയത്. അപ്പോൾ ആ കുട്ടികൾ 6 മണിക്കൂർ സമയം പരിശോധനയാണ്, എക്സാമിനേഷൻ ഓറിയൻറ്റഡ് എന്ന് പറയാം. അതാണ് നടക്കുന്ന സംവിധാനം. പിന്നീട് വീട്ടിൽ പോകുമ്പോൾ വീട്ടിലെ മാതാവും കുട്ടിയും നാം നൽകുന്ന ഒരു ടൈം ടേബിൾ ഫോളോ ചെയ്തുകൊണ്ട് നാളത്തേക്കുള്ള പരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പാണ് നടത്തുന്നത്. ഈ തയ്യാറെടുപ്പും പരീക്ഷയും ഇതാണ് ഇത്രയും ചുരുങ്ങിയ സമയത്തിനിടയിൽ കുട്ടികളെ ഇങ്ങനെ വിദഗ്ധന്മാരായി തീർക്കുന്നത്. അപ്പം ഒരേ സമയം അധ്യാപകരും അതേസമയം പാരൻസും രക്ഷിതാക്കളും കൂടെ കൂട്ടമായിട്ടുള്ളൊരു ഉത്തരവാദിത്തത്തോടു കൂടെയാണ് ഒരു മാഹിരീങ്ങളെ പ്രഗത്ഭരായിട്ടുള്ള ആളുകളെ നമ്മൾ സൃഷ്ടിച്ചെടുക്കുന്നത്. സാധാരണ തഹ്ഫീദുൽ ഖുർആൻ മദ്രസകൾക്ക് 2 എലിമെൻ്റാണ് പ്രധാനമായിട്ടുള്ളത്: വിദ്യാർത്ഥി, അധ്യാപകർ. ഇവിടെ 4 എലിമെൻ്റ്, 4 കാലുള്ള ഒരു കസേരയ്ക്ക് ഉണ്ടാകുന്ന ഉറപ്പ്, മേശയ്ക്ക് ഉണ്ടാകുന്ന ഉറപ്പ്,
അതാണ് വാസ്തവത്തിൽ ഇവിടുത്തെ മാഹിറുകൾക്കുള്ളത്. അഥവാ അധ്യാപകരുടെ ഒരു ഭാഗം, വിദ്യാർത്ഥികളുടെ മറ്റൊരു ഭാഗം, മാതാവിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം. 6 മണിക്കൂർ മദ്രസയിൽ, 18 മണിക്കൂർ ഉമ്മയുടെ അത് 3-ലുപരിയായിട്ട് ഈ 3 വിഭാഗത്തെയും മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനം അതും കൂടി ഈ സ്ഥാപനത്തിനുണ്ട്. അതുകൊണ്ടാണ് ഇത്രമാത്രം സൂക്ഷ്മമായ നിലയിൽ ഉള്ള ഒരു പഠനം വിദഗ്ധമായ നിലയിൽ നടക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് പുറത്തിറങ്ങുന്ന ഇതിൽ ഗ്രാജുവേറ്റ് ആയിട്ടുള്ള സനതോടുകൂടെ പുറത്തിറങ്ങുന്ന ഒരു വിദ്യാർത്ഥിയെ നമുക്ക് എവിടെയെല്ലാം പ്ലേസ് ചെയ്യാൻ പറ്റും? സമൂഹത്തിന് മുമ്പിലേക്ക് വെക്കുമ്പോൾ അവരെവിടെയെല്ലാം നമുക്ക് വെക്കാൻ പറ്റും? ഈ വിദ്യാർത്ഥികൾ വാസ്തവത്തിൽ അവർ ഭാവിയിലെ പ്രബോധകന്മാരാണ്. 12 വയസ്സുള്ള ഒരു കുട്ടി, അത് കുട്ടിയാണ്. ആ മതപഠന രംഗത്തേക്ക്, അതല്ല അവൻ്റെ ഭാവിയിൽ അവൻ ഏത് പൊസിഷനിലേക്ക് എത്തിയിരുന്നാലും, രാഷ്ട്രീയ നേതാവായിരുന്നാലും, IAS IPS ഓഫീസറായിരുന്നാലും, നമ്മളുടെ ആളുകൾ പറയുന്നത് പോലെ ഡോക്ടർ, എഞ്ചിനീയർ ആയിരുന്നാലും ശരി, അവരിയ്ക്കുന്ന കസേരയിൽ ഇരുന്നു കൊണ്ട് ഖുർആൻ്റെ സന്ദേശം മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ അവർക്ക് സുസാധ്യമാകും എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇവിടെ നമ്മൾ കേരളത്തിൽ ഇപ്പോൾ ഇതിൻ്റെ ഒരു കോഴ്സ് നമ്മൾ ആരംഭിക്കുകയാണ്. എന്താണ് കേരളത്തിൽ ഇങ്ങനെ ഒരു കോഴ്സ് കേരളത്തിൽ തുടങ്ങാനുള്ള ഒരു തോന്നൽ എന്തുകൊണ്ടാണ്? കേരളത്തിൽ നടന്നു വന്നുകൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങൾ ലക്ഷക്കണക്കിന് രൂപം ചെലവഴിക്കുകയും നിരവധി കെട്ടിടങ്ങൾ പണിയുകയും ഒരുപാട് സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഊർജം പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഈ തഹ്ഫീദുൽ ഖുർആൻ സ്ഥാപനങ്ങളിൽ നിന്ന് പുറത്തിറങ്ങുന്ന വിദ്യാർത്ഥികൾ, അവർ അക്ഷരം മാത്രം മനഃപ്പാഠമാക്കിയാണ് പുറത്തു വരുന്നത്. അവരെന്നാണോ അക്ഷരങ്ങൾ മറക്കുന്നത്, അതോടുകൂടി അവരുടെ ഹിഫ്ള് നഷ്ടപ്പെട്ടു പോകും. അതില്ലാതെ ആശയമടക്കം ഖുർആൻ പഠിക്കുന്ന ആളുകൾക്ക് അവരുടെ ആശയം മനസ്സിൽ എന്നും നിലനിൽക്കും. അതുകൊണ്ട് തന്നെ മനഃപ്പാഠം മറക്കുകയില്ല. അവർക്ക് അവരിലേക്ക് കടന്നു വരുന്ന ഈ ഖുർആൻ്റെ സന്ദേശം അത് അവർക്ക് സ്വയവും മറ്റുള്ളവർക്കും ഒരു വെളിച്ചമായി തീരും. അങ്ങനെ ആകണം എന്നതാണ് കേരളത്തിൽ തുടങ്ങുന്നതിനുള്ള എൻ്റെ ആഗ്രഹം. മറ്റൊരുപാട് കോഴ്സുകളുണ്ട്. നമ്മൾ പറഞ്ഞല്ലോ, ഇഷ്ടംപോലെ ഖുർആൻ പഠന കേന്ദ്രങ്ങളുണ്ട്, തഹ്ഫീദിനുള്ള കേന്ദ്രങ്ങളുണ്ട്. അതല്ലാതെ ഖുർആൻ പഠിക്കാനും ആശയങ്ങൾ മനസ്സിലാക്കാനുള്ള കേന്ദ്രങ്ങളുണ്ട്. ഇത്തരത്തിലുള്ള പഠന കേന്ദ്രങ്ങളിൽ നിന്നും മാഹിറുൽ ഖുർആൻ എങ്ങനെയാണ് വ്യത്യസ്തപ്പെട്ട് നിൽക്കുന്നത്? മാഹിറുൽ ഖുർആൻ ഉദ്ദേശിക്കുന്നത് ഖുർആൻ പഠിക്കുന്നതിന് മുമ്പ്, അഥവാ ഒരു പേജ് പഠിക്കുന്നു അല്ലെങ്കിൽ ഒരു ചെറിയ സൂറത്ത് പഠിക്കുന്നു, ആ പഠിക്കുന്നതിന് മുമ്പ് ആ പാഠഭാഗത്തിനകത്തുള്ള ആശയം എന്താണ് എന്ന് ഉമ്മയുടെ ഭാഷയിൽ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആദ്യം കുട്ടിയുടെ മനസ്സിൽ ഞാൻ പഠിക്കാൻ പോകുന്നത് എന്താണ് എന്നൊരു ബോധവും ഉണ്ടാകുമ്പോൾ പഠിക്കാൻ പോകുന്ന വാക്കുകളും വാചകങ്ങളും ആയത്തുകളും ഈ ഉമ്മ പറഞ്ഞു കൊടുത്ത വിഷയവുമായി ബന്ധപ്പെടുകയും ഇത് രണ്ടും കൂടി കൂട്ടിച്ചേർന്ന് മനസ്സിൽ രൂഢമൂലമായി തീരുകയും ചെയ്യുന്നു. അതാണ് ഇതിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത. മുമ്പുള്ള നമ്മുടെ സമ്പ്രദായം അനുസരിച്ച് ഒരായത്ത് ചർവണം നടത്തി മനഃപ്പാഠമാക്കുന്നു. അത് കേവലം അക്ഷരങ്ങൾ മാത്രമാണ്. ഒരു പഴം കഴിക്കുമ്പോൾ ആ പഴത്തിൻ്റെ പുറംതോട് പോലെ അതിനെ പൊതിഞ്ഞിരിക്കുന്ന ആ ഭാഗം മാത്രമാണ് കഴിക്കുന്നത്. അതിൻ്റെ ഉള്ളടക്കത്തെ സംബന്ധിച്ച് ബോധം ഇല്ല. രുചിക്കാനും ആസ്വദിക്കാനും സാധിച്ചിട്ടും ഇല്ല കുട്ടിക്ക്. നേരെ മറിച്ച് ഇത് രണ്ടും അനുഭവിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഖുർആൻ അവതരിച്ചതിൻ്റെ ഫലം കുട്ടിക്ക് ലഭിക്കും. കേരളത്തിൽ നമ്മളിത് ആരംഭിക്കുകയാണ്. എങ്ങനെയാണ് കേരളത്തിൽ ഇതിൻ്റെ ഒരു മെത്തേഡ്, എത്ര സമയം, എങ്ങനെയാണ് ഇത് കേരളത്തിൽ നമ്മൾ പഠിപ്പിക്കാൻ തുടങ്ങുന്നത്? കേരളത്തിലായിരുന്നാലും ലോകത്ത് എവിടെയായിരുന്നാലും ഖുർആൻ പഠിക്കുന്നതിന് മുമ്പ് കുട്ടിക്ക് ഈ അവബോധമുണ്ടാക്കുക. നമ്മളൊക്കെ സാധാരണഗതിയിൽ പറയും ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി 3 വിഷയങ്ങൾ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനാണെങ്കിൽ ആ അധ്യാപകൻ ക്ലാസ്സിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഇന്ന് അധ്യാപകൻ പഠിപ്പിക്കാൻ പോകുന്ന വിഷയം എന്താണ് എന്നറിയാനുള്ള ഒരു ത്വര എല്ലാവർക്കും ഉണ്ടാകും. എന്നാൽ അതൊന്നും പറയാതെ തന്നെ അധ്യാപകൻ നേരെ ക്ലാസ്സിലേക്ക് കടക്കുമ്പോൾ പ്രാഥമിക ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടിയെ സംബന്ധിച്ചിടത്തോളം തികച്ചും അജ്ഞത മാത്രമേ ഉണ്ടാവൂ. കുറച്ച് കുട്ടിയോട് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഗണിതമാണ്, കണക്കാണ്, അല്ലെങ്കിൽ ഇംഗ്ലീഷാണ്, അല്ലെങ്കിൽ കെമിസ്ട്രിയോ ബയോളജിയോ ഫിസിക്സോ ആണ് എന്നുള്ള വിഷയം മുൻകൂട്ടി അറിഞ്ഞു കഴിഞ്ഞാൽ കുട്ടിക്ക് അത് ഗ്രാസ്പ് ചെയ്യുന്നതിന് വളരെ എളുപ്പമുണ്ട്. അതുകൊണ്ട് നാം പഠിപ്പിക്കുന്ന രീതി ഖുർആനിലാകെ വളരെ പ്രധാനപ്പെട്ട 3 വിഷയങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. അത് ഒന്ന്
അള്ളാഹുവിനെ സംബന്ധിച്ച് തൗഹീദ്. 2 റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്ദേശമായ റിസാലത്ത്. 3 ഇത് രണ്ടും സംബന്ധിച്ച് പ്രവർത്തിച്ചാൽ ലഭിക്കാൻ പരലോകത്ത് നമുക്ക് ഇരിക്കുന്ന സ്വർഗം അല്ലെങ്കിൽ നരകം. ഈ 2 അഥവാ പരലോകം, തൗഹീദ്, റിസാലത്ത്, ആഖിറത്ത്. ഈ വിഷയത്തിൽ ഏതാണ് പഠിക്കാൻ പോകുന്നത് എന്ന് ആദ്യം കുട്ടിയെ ബോധ്യപ്പെടുത്തുന്നു. അതാണ് എവിടെയും നമുക്ക് അവതരിപ്പിക്കാനുള്ളത്. അതോടുകൂടി കുട്ടി മാനസികമായി തയ്യാറാവുന്നു, ഞാൻ ഇന്ന വിഷയമാണെന്ന് പഠിക്കാൻ പോകുന്നത് എന്ന ബോധം കുട്ടിക്കുണ്ടാകും. പിന്നീട് സംശയങ്ങളാണ്. ഇവിടെ പറഞ്ഞത് എന്താണ്? അവിടെ ഒരുപാട് കൽപ്പനകൾ, വിശുദ്ധ ഖുർആനിൽ ഒരുപാട് 1000 കൽപ്പനകൾ, 1000 നിരോധങ്ങൾ, 1000 വാഗ്ദാനങ്ങൾ, 1000 മുന്നറിയിപ്പുകൾ, 1000 കഥകൾ, ചോദ്യങ്ങൾ, ഉത്തരങ്ങൾ, സംശയങ്ങൾ, ഉപദേശങ്ങൾ, ഉപമകൾ, ഒരുപാട് അലങ്കാരങ്ങൾ, പലതും കാണാൻ സാധിക്കും. ഇതൊക്കെ ഈ 3 വിഷയവും പഠിപ്പിക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങളാണ് എന്ന രൂപത്തിൽ കുട്ടിയെ പഠിപ്പിക്കുമ്പോൾ മാഷാ അല്ലാഹ് വിദ്യാർത്ഥി വളരെയധികം സംശയങ്ങൾ ദൂരീകരിച്ച് കാര്യങ്ങൾ വ്യക്തമായ നിലയിൽ പഠിക്കാൻ കുട്ടിക്ക് സാധിക്കും. ഇതാരും പഠിപ്പിക്കേണ്ടതില്ല, സൂചനകൾ മാത്രം നൽകിയാൽ മതി. ഇതൊക്കെ അറിയുന്ന ഒരു കുട്ടി, ആ കുട്ടി ഇത് സമൂഹത്തിലേക്ക് കൊടുക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും കുട്ടിക്കുണ്ടാവേണ്ട പ്രഭാഷണ കല അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എഴുത്ത് മേഖലയുമായി ബന്ധപ്പെട്ട വിഷയം, ഈ ഒരു വിഷയത്തിലേക്ക് മാഹിറുൽ ഖുർആൻ ശ്രദ്ധ പതിപ്പിക്കുന്നുണ്ടോ? അതെ, കുട്ടികളുടെ നൈസർഗികമായ വാസനകൾ പ്രോത്സാഹിപ്പിക്കുന്നതിലുപരിയായിട്ട് പഠിച്ച കാര്യങ്ങളെ മറ്റുള്ളവർക്ക് എങ്ങനെ പഠിപ്പിക്കാൻ കഴിയുമെന്നതിൻ്റെ ഒരു പരിശീലനം ഞങ്ങൾ നൽകാറുണ്ട്. അപ്പോൾ ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു എന്ന രീതിയിൽ തന്നെയുള്ള പഠന സംവിധാനം, നിശ്ചിതമായ വിഷയങ്ങളിൽ മനഃപ്പാഠമാക്കിക്കൊണ്ട് പ്രസംഗ പരിശീലന കളരികൾ എല്ലാ ദിവസവും ഖുർആൻ പഠനം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ അസംബ്ലി എന്ന നിലയിൽ എല്ലാ കുട്ടികൾക്കും അവസരം നൽകിക്കൊണ്ട് പരിശീലനം നൽകും. 2 വർഷത്തെ പരിശീലനത്തിന് ശേഷം കുട്ടി എത്രമാത്രം ഒരു ഇൻഫീരിയോറിറ്റി ഉള്ള കുട്ടിയായിരുന്നാലും ശരി, അവൻ പുറത്തേക്ക് വരുന്നു, കാര്യങ്ങൾ പ്രകടിപ്പിക്കുന്നതിനുള്ള ശങ്ക തീരുന്നു, വളരെ വ്യക്തമായ നിലയിൽ ഖുർആൻ പാരായണം ചെയ്യുന്നു, അതിൻ്റെ അർത്ഥവും സാരവും ആശയവും ആർക്കു മുന്നിലും പറയാൻ ഒരു ശങ്കയില്ലാത്ത വിധത്തിൽ സാധ്യമാവും. അപ്പോൾ ഖുർആനിൽ ഇത് പഠിക്കുന്ന അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന ഒരാൾ ഖുർആനിൽ ഇതൊരു മാഹിറായിട്ട് തന്നെ മാറും. മാഷാ അല്ലാഹ്. അവസാനമായിട്ട് ഒരു ചോദ്യം കൂടെ. ജാമിയ ബുസ്താനുൽ ഉലൂമിൽ ആരംഭിക്കാൻ പോകുന്ന ക്യൂസിറ്റി എന്ന് പറയുന്നൊരു പദ്ധതിയുണ്ട്. ഈ പദ്ധതിയുടെ ചിന്ത അത് ബുസ്താനിയിൽ നിന്ന് തന്നെയാണ് എന്നൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. എന്താണ് ഈ ഒരു പദ്ധതിയുടെ കാഴ്ചപ്പാട്? അള്ളാഹുവിൻ്റെ ഭൂമിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അള്ളാഹു തന്നിട്ടുള്ള വായുവും വെള്ളവും ഭക്ഷണവും സൗകര്യങ്ങളും അനുഗ്രഹങ്ങളും ഉപയോഗിക്കുന്ന ഓരോ മനുഷ്യരും അള്ളാഹുവിൻ്റെ നിയമങ്ങൾ അറിയാൻ ബാധ്യസ്ഥരാണ്. ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാ ആളുകൾക്കും ഖുർആൻ്റെ സന്ദേശം തന്മയത്വത്തോടുകൂടി എത്തിക്കാൻ ഉള്ള ഒരു സെൻറ്റർ, അതാണ് ക്യൂസിറ്റി കൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ സമുദായത്തിൽ ഖുർആൻ്റെ ആളുകളാണെന്ന് അറിയപ്പെടുന്നവർ തന്നെ പാരായണത്തിലും അർത്ഥത്തിലും ആശയത്തിലും പ്രവർത്തനത്തിലും പ്രചരണത്തിലും വേണ്ട വിധത്തിലുള്ള ശ്രദ്ധ അവർക്കുണ്ടാക്കണം. എന്നിട്ട് അവരിലേക്ക് എല്ലാ കുടുംബങ്ങളിലേക്കും ഖുർആൻ്റെ സന്ദേശം എത്തിക്കണം. ഇതാണ് ക്യൂസിറ്റിയുടെ ലക്ഷ്യം. അപ്പോൾ കുടുംബങ്ങളിലേക്ക് ഈ സന്ദേശം എത്തിക്കുമ്പോൾ അതിൻ്റെ തുടക്കം എന്നോണം വിദ്യാർത്ഥികളിൽ നിന്ന് രക്ഷിതാക്കളിലേക്ക്, അങ്ങനെ ആ ഒരു കുടുംബം, ഒരു സമൂഹം എന്ന രീതിയിലേക്ക്, വിദ്യാർത്ഥികളിൽ നിന്ന് രക്ഷിതാക്കളിലേക്ക് അതൊരു മാർഗമാണ്. അതല്ലാത്ത വിധത്തിൽ തന്നെ സമൂഹത്തിലുള്ള സഹോദരിമാരിലേക്ക്, ഉമ്മമാരിലേക്ക്, വാപ്പമാരിലേക്ക്, എല്ലാവരുടെയും അവരവരുടേതായ പങ്കാളിത്തത്തോടുകൂടി അവരവർക്ക് ലഭിക്കാവുന്ന പരിശീലനങ്ങൾ നൽകുന്ന ഒരു കേന്ദ്രമായി ഈ QCC മാറുന്നതാണ്. എല്ലാവർക്കും പാരായണം ചെയ്യാൻ സാധിക്കണം, എല്ലാവർക്കും പാരായണ നിപുണന്മാരാകാൻ സാധിക്കണം, എല്ലാവർക്കും അർത്ഥം അറിയാൻ അന്വേഷിക്കാനുള്ള ത്വരയുണ്ടാകണം, എന്നിട്ട് അറിയുന്നവരാകണം, പ്രവർത്തിക്കുന്നവരാകണം. അതിന് എല്ലാ വിഭാഗക്കാരെയും ഉൾക്കൊള്ളാവുന്ന ഒരു സിറ്റി ആയിരിക്കും നമ്മുടെ ക്യൂസിറ്റി. ഇൻഷാ അല്ലാഹ്. അപ്പോൾ മാഹിറുൽ ഖുർആൻ കേരളത്തിൽ ആരംഭിക്കുകയാണ്. ഈ മാഹിറുൽ ഖുർആനിൻ്റെ ഒരു ഭാഗമാകുവാനുള്ള അവസരങ്ങൾ ഇൻഷാ അല്ലാഹ് വരും ദിവസങ്ങളിൽ നമുക്ക് മുൻപിലുണ്ട്. അപ്പോൾ ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുക, വിശുദ്ധ ഖുർആൻ എന്താണെന്നും ആ വിശുദ്ധ ഖുർആനിൻ്റെ രീതി എന്താണെന്നും പഠിച്ച് ഖുർആനിൽ ശരിയായ നിപുണന്മാരായി മാറാൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. അതിനുള്ള തൗഫീക്ക് അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.